ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പും പശുവും പാലും വെച്ച് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. അപ്പം അതിനായിട്ട് ഞാൻ ദേ ഇവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു 1 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കണം. കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ, എന്നാലും മിനിമം ഒരു 1 മണിക്കൂർ വെക്കണം, എന്നാലേ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനങ്ങനെ ഒരു 1.5 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ ഇട്ട് വെച്ച നുറുക്ക് ഗോതമ്പാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 1 കപ്പ് ഉള്ളതുകൊണ്ട് ഒരുമിച്ച് തന്നെ ഇടാം, 2 പ്രാവശ്യമായിട്ടൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. നുറുക്ക് ഗോതമ്പ് കുതിർത്ത് വെച്ച വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് അരയ്ക്കാൻ ആവശ്യത്തിന് പാല് വേണം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പശുവും പാലാണ്. ഇതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് പാല് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ടിത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഗോതമ്പ് നമ്മൾ അരി അരയ്ക്കുന്ന പോലെ അല്ല, ഗോതമ്പ് നന്നായിട്ട് അരഞ്ഞാലും കുറച്ച് അതിൻ്റെ ഒരു തരി കിടപ്പുണ്ടാവും, അത് കുഴപ്പമില്ല. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. ഇതിന് പകരം ശർക്കര വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ ഒത്തിരി മധുരം കാണത്തില്ല. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടെയൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലേവറിനായിട്ട് ഒരു 3-4 ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകവും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കത് ഒഴിവാക്കാം. പിന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പശുവും പാലിന് പകരം തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത് കേട്ടോ. കാരണം ഈ ശർക്കരയും പശുവും പാലും കൂടി നന്നായിട്ട് ചൂടാവുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കാനായിട്ട് നോക്കാം. ഓക്കെ, ലാസ്റ്റ് ഇതിനകത്തേക്ക് ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഈ കിണ്ണത്തപ്പം ഞാൻ മുട്ടയില്ലാതെ ഉണ്ടാക്കിയിട്ടില്ല, അപ്പം അതുകൊണ്ട് ചേർത്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഈ അരച്ചെടുത്ത മാവ് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഒരു ബൗളിൽ ഒരു അരിപ്പ വെച്ചിട്ട് അതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. സാധാരണ അരി അരച്ചുണ്ടാക്കുന്ന കിണ്ണത്തപ്പം ഒരു 2-3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കണം, എന്നാൽ മാത്രമേ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കുറച്ച് തരിയൊക്കെ ഉണ്ടെങ്കിൽ കട്ടിയായി പോകും. പക്ഷേ ഈ നുറുക്ക് ഗോതമ്പ് അരച്ച് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ 1 പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. നല്ല ഒട്ടും തരിയില്ലാണ്ട് തന്നെ വന്നോളും. ആ ഗോതമ്പിന്റെ പാലാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ലാസ്റ്റ് ഇതുപോലെ ആയിരിക്കും കേട്ടോ. ആ ഗോതമ്പിന്റെ പുറമേയുള്ള ഒരു തൊലിയാണ്, അത് നമ്മൾ എത്ര അരച്ചാലും ഇത്രയൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ കുറച്ച് കുറുകിയ ഒരു മാവാണ്. അപ്പോൾ ഒന്ന് ലൂസാക്കാനായിട്ട് കുറച്ചും കൂടി പാല് ഒഴിച്ചു കൊടുക്കണം. കിണ്ണത്തപ്പത്തിൻ്റെ മാവ് എപ്പോഴും കുറച്ച് ലൂസായിരിക്കണം. ഞാൻ വീണ്ടും 1 കപ്പ് പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പം എല്ലാം കൂടി 1.25 കപ്പ് പാലാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പം നല്ല ലൂസായിട്ടുള്ള ഒരു മാവായിരിക്കും. അതായത് പശുവും പാലിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആ പരുവത്തിലുള്ള മാവ് കണ്ടോ, ഇതുപോലെ ആയിരിക്കണം. ലാസ്റ്റ് ഇതിനകത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പം തന്നെ നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാം. മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാവേ. ഒരുപാട് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ഒത്തിരി കുറഞ്ഞു പോകരുത്. നന്നായിട്ട് തന്നെ താഴെയും സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അവസാനം കിണ്ണത്തപ്പം എടുക്കുന്ന സമയത്ത് താഴെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ലപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി നമ്മൾ എണ്ണ തേച്ച പ്ലേറ്റ് മുകളിൽ വെച്ചിട്ടുണ്ട്, ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റീമർ ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ മാവ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കിണ്ണത്തപ്പത്തിന് ഒത്തിരി കട്ടി കാണത്തില്ല. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഒഴിക്കാൻ പോകുന്നത്. ഇത്രയും മാവ് വെച്ചിട്ട് ഇതുപോലത്തെ 2 കിണ്ണത്തപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം ഒരു 20 മിനിറ്റോളം, 20 മുതൽ 25 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു കത്തി എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതെ വരണം. ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ കിണ്ണത്തപ്പം വെന്ത് കഴിഞ്ഞിട്ട് ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരിക്കലും ഇത് ചൂടോടുകൂടി കഴിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പം നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം കഴിക്കാം.
അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. ഈ പാനിൽ ഈ പാത്രത്തിൽ വെച്ച് തന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇളക്കിയെടുത്താൽ മതി. അതാണ് എളുപ്പം കേട്ടോ. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അവിടെ തരിയൊക്കെ ഉള്ള കിണ്ണത്തപ്പം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, കുറച്ചും കൂടെ ഒരു കട്ടി ഉണ്ടാവും. ഇതിപ്പോൾ ശരിക്കും നല്ല ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. ആദ്യത്തെ ഒരു പീസ് ഇളക്കിയെടുക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പിന്നെ നമുക്കത് ഈസി ആയിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ 2 കിണ്ണത്തപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര സോഫ്റ്റ് ആണ്. അരി വെച്ചുണ്ടാക്കുന്ന കിണ്ണത്തപ്പത്തിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആണ് കേട്ടോ. പൊടിഞ്ഞു പോകുന്ന പോലെയല്ല, നല്ലൊരു ജെല്ലി പോലെ ഇരിക്കുന്ന ഒരു ടെക്സ്ചറാണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആയാലും നല്ല ഇഷ്ടമാവും. ഞാൻ പറഞ്ഞ പോലെ ശർക്കരയും തേങ്ങാപ്പാലും ചേർത്തിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.